ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ സോഫിയയിൽ നിന്ന് ഫ്ലൈ ചെയ്ത് മിലൻ ബെർഗാമോ എയർപോർട്ടിലെത്തി കുറേ മിലനിലെ കാഴ്ചകൾ കണ്ടു. ഇന്നത്തെ വീഡിയോ നമ്മൾ വെനീസിലേക്കാണ് നമ്മുടെ ബസ് യാത്ര. എന്തായാലും വെനീസിലെ അടിപൊളി കാഴ്ചകളായിട്ട് ഈ വീഡിയോയിൽ കാണാം. ഇത് കണ്ടോ, നല്ല രസമായിട്ടില്ലേ? ഇത് കണ്ടോ, ആൽക്കഹോൾ. ഓക്കെ, കേൾക്കുന്ന സിറ്റിയാന്ന് പറയുന്നത്. ഇപ്പോൾ ഈറ്റാ ബസ്സിൽ കയറാം. നമ്മളിപ്പോൾ ഈറ്റാ ബസ്സിൽ കയറാൻ പോവാ. ഇവിടെ ഏകദേശം ഇതൊരു ഡബിൾ ഡെക്കർ ബസ്സാണ് കേട്ടോ. മേളിലുണ്ട്, താഴെയുണ്ട്. ഇവിടുന്ന് നേരെ വെനീസ് 2 മണിക്കൂർ. വെനീസിലാണ്, ദ സിറ്റി ഓഫ് 118 ഐലൻഡ്സ് വെനീസിൽ. എന്തായാലും ഇപ്പോൾ ഏകദേശം സമയം 3 മണിയായി. ഉച്ച സമയത്ത് നമ്മൾ ട്രെയിനിലാണ് വന്നത്. ഈ ട്രെയിൻ കണ്ടോ, നീളമുള്ള. എന്നാൽ നമ്മൾ ഉള്ളിലേക്ക് നടന്നു നോക്കാം. നമ്മളിപ്പോൾ വെനീസിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് കയറി വരിക. ഇതാണ് വെനീസ് റെയിൽവേ സ്റ്റേഷൻ. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ട്രെയിനിലാണ് വന്നത്. ഇവിടെ നിന്ന് €1.5 കൊടുത്താൽ മതി ആ വാട്ടർ സീറ്റിൻ്റെ ഉള്ളിലേക്ക് വരും. നമ്മൾ വെറും വെനീസ് ടൗണിലേക്ക് മാത്രം വിസിറ്റ് ചെയ്യാം. പക്ഷേ €1.5 കൊടുത്തിട്ട് വാട്ടർ സീറ്റിൻ്റെ ഉള്ളിലേക്ക് വരും. നമ്മളിനി നേരെ നമ്മുടെ വാട്ടർ സിറ്റി കാണാൻ പോവാം. അറ്റ് ലാസ്റ്റ് നമ്മൾ വെനീസിൽ എത്തി ഗൈസ്. ദിസ് ഇസ് എ സിറ്റി ഓഫ് 118 ഐലൻഡ്സ്. ഞാൻ നോക്കും, പൊളിയല്ലേ? എത്തിയില്ലേ? അടിപൊളി. ഇത് പെയ്ഡ് ആണോന്ന് അറിയത്തില്ല കേട്ടോ. ഇവിടെ €10 എഴുതി വെച്ചിട്ടുണ്ട്. എന്തോ ഫീസ് എൻ്റർ ചെയ്യാൻ വേണ്ടി. നമുക്ക് എന്തായാലും ഒരു ഫിനിഷ് ഫ്രണ്ട് കിട്ടിയിട്ടുണ്ട്. പുള്ളിക്കാരനോട് നമ്മൾ പോകുന്നത്. എന്നാലും നമ്മൾ ചോദിച്ചു നോക്കാം എന്താ കഥയെന്ന്. ഇവിടെ ഇവർ പറയുന്നത് 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുക. 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യുന്ന ശേഷം ഫ്രീ ആണെന്ന് പറയുന്നത്. അല്ലെങ്കിൽ €10 അടയ്ക്കണം. എന്തായാലും നമ്മൾ 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. വെയിറ്റിങ്ങിന് ഫ്രീയാ. ഇപ്പോൾ ഈ സമയം വരെ ഏകദേശം ഇപ്പോൾ സമയത്തിൽ 3:30 ആയില്ലേ, 3:30 വരെ €10 കൊടുക്കണം. ഇതിനുള്ളിൽ ഇറങ്ങി നമുക്കിവിടെ വല്ല ഇങ്ങനെ ഇരിക്കാം, ഫോട്ടോസ് എടുത്തിട്ട്. സോ what about this area? I think we can go. There is no open. Yeah, I think like the city starts there. Yeah. And you should cross the river. Okay. And after 4, it's free. But before 4, it's like it's €10. Okay, let's try to go there. I want to ask them about daily ticket. Daily ticket, okay. വെള്ളത്തിന് കളർ കണ്ടില്ലേ, ഒരു പച്ച കളർ കേട്ടോ. ഇത് ഇവിടുത്തെ ജങ്കാർ പോലെ സംഭവം. അങ്ങ് ഡിഫറെൻറ്റ് കൊച്ചു ഐലൻഡ്സ് ഉണ്ട്, അങ്ങോട്ട് പോകാൻ വേണ്ടിയാ. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കാണാൻ വേണ്ടി. ടെമ്പറേച്ചറും നല്ല കൂൾ ചിൽ ആയിട്ടാണ് ഉള്ളത്. എന്തായാലും എല്ലാവരും വന്ന് നിൽപ്പുണ്ട്. നമുക്ക് എന്തായാലും ഈ ബ്രിഡ്ജ്, ആ ബ്രിഡ്ജ് കണ്ടോ, ആ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് അങ്ങ് പോകണം. അങ്ങ് പോയതിനു ശേഷമാണ് ചെയ്യേണ്ടത്. ഇതാണ് മറ്റേ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ. ഇവിടെ ആൾക്കാർ ടിക്കറ്റ് എടുത്തിട്ട് ജങ്കാറിന് പോവുക. ഇപ്പം 4 മണി വരെ പെയ്ഡാണ്, €10 പെർ പേഴ്സണാണ്. ഇപ്പോൾ ഇത് ഫ്രീ, 4 മണിക്ക് ശേഷം ഫ്രീ. അപ്പോൾ ഏകദേശം സമയം എത്രയായി, 3:45. ഇനിയിപ്പോൾ ഒരു 10 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് ഫ്രീ ആയിട്ട് ഈ സിറ്റി കാണാം. ഇവിടുത്തെ ആർക്കിടെക്ചറെ കണ്ടില്ലേ, ഇതൊക്കെ ഇത് എന്തോ അണ്ടർ കൺസ്ട്രക്ഷനാണ്. എന്തായാലും ഇവിടെ ഇതൊക്കെ സോവിനിയേഴ്സാണ്. സോവിനിയേഴ്സ്. ഡിഡ് യു ഗെറ്റ് സം സോവിനിയേഴ്സ്? യു ആർ നോട്ട് ഗെറ്റിംഗ് എനി. എന്തായാലും ഇവിടെ വന്ന ഉടനെ സൈഡിൽ മൊത്തം സോവിനിയർ ഷോപ്സും അതിൻ്റെ ക്യാപ്പും ഹാറ്റും കാര്യങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇത് 118 ഐലൻഡ് ജോയിൻ ചെയ്ത് ഉണ്ടാക്കിയേക്കുന്ന സിറ്റിയാണെന്ന് പറയുന്നത് ഇന്ത്യയിൽ. ഏകദേശം സിങ്കിങ് ആണെന്ന് പറയുന്നത്. എന്നാലും കൊള്ളാം, നല്ല വെയിലുണ്ട്. പക്ഷെ ഫോട്ടോ എടുത്താലോ? നമ്മളിപ്പം ഒരു ഫസ്റ്റ് ഐലൻഡിൽ നിന്ന് സെക്കൻഡ് ലൈനിലേക്ക് ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് കയറി. ഇനിയിപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ എന്താ ഉള്ളതെന്ന് നോക്കാം. വരുമ്പോൾ തന്നെ ഇവിടെ ഫ്രീ പലസ്തീൻ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ സുവനിയർ ഷോപ്സും കാര്യങ്ങളൊക്കെ ആട്ടോ. ഇവിടെ ബോട്ടും ഇതൊക്കെയാണ്. നമ്മളിപ്പം ആ 2 പഴയ ബിൽഡിങ്സിൻ്റെ ഇടയിൽ കൂടെ നടക്കുക വെനീസിലുള്ള.
പല പല സാധനം വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ബാഗുകളൊക്കെ വെച്ചേക്കുന്നുണ്ടല്ലേ. ഇതൊക്കെ ഇതിൻ്റെ പ്രൈസൊക്കെ എങ്ങനെയാണെന്ന് അറിയത്തില്ല. മെയ്ഡ് ഇൻ ഇറ്റലി 10 യൂറോ 15 യൂറോ എന്നൊക്കെ പറഞ്ഞ് വെച്ചേക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. ഇതാണ് നമ്മൾ കാണുന്ന മറ്റേ ഗോണ്ടോല എന്ന് പറഞ്ഞ സംഭവം. ഇവിടെയാണ് നമുക്ക് എക്സ്ട്രാ വേണമെങ്കിൽ പേ ചെയ്തിട്ട് ഗോണ്ടോള എടുത്തിട്ട് നമുക്ക് ഫുൾ ഈ ഇടയ്ക്കുള്ള ആലീസൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെന്തായാലും എടുക്കുന്നില്ല, അത് ക്വൈറ്റ് എക്സ്പെൻസീവ്. അത് ഗോണ്ടോള എടുക്കാൻ വേണ്ടി തന്നെ 80-90 യൂറോസ് എങ്ങാണ്ട. നമ്മളെന്തായാലും നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പോവാം. ഫുഡ് കിട്ടാതെ കുഴഞ്ഞ കഴിച്ചു. രാവിലെ മുതലൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ആ സ്ട്രോബെറിയും കുറച്ച് യോഗട്ടും കഴിച്ചാ. ഇവിടെ ആണെങ്കിൽ ഹലാലും ഇല്ല, എല്ലാത്തിനും വൈനും ഒഴിക്കുന്നുണ്ട്. ഒന്നും കഴിക്കാൻ മാത്രം രീതിയിലൊന്നും ഇല്ല. പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ഇതിൻ്റെ ഉള്ളിൽ. സോ വി ആർ ഓൺ ഫോർ ഫുഡ്. എന്തായാലും ഇവിടുത്തെ ഐസ്ക്രീം എന്തായാലും കഴിക്കണം. ഇത് വേറൊരു സ്ട്രീറ്റ് ആട്ടോ. ഇത് കണ്ടോ, എത്തി അവസാനം ഒരു പിസ്സ ഷോപ്പ് എത്തിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് അറിയത്തില്ല. ആൽക്കഹോൾ ഇല്ല എന്തായാലും മറ്റേതില്ല. എന്തായാലും ഇറ്റലി വന്ന് പിസ്സ കഴിച്ചില്ലെന്നുള്ള ഇത് വേണം. നമുക്ക് എന്തായാലും പിസ്സ കഴിക്കാൻ പോവാം. പുള്ളിക്കാരൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. Why don't you use ketchup in this? Ketchup in the why do you use ketchup? Why don't you use ketchup? Ketchup in the pizza? No. Why? Pizza only pizza. No ketchup. No pizza sauce. No ketchup, no mayo, no yogurt, no. Haram. നമ്മുടെ പിസ്സ റെഡിയായി. അയ്യോ, ലാസ്റ്റ് നമ്മളങ്ങനെ തളർന്നു. പിസ്സ ഷോപ്പ് എത്തി. പിസ്സ ഉണ്ടാക്കുന്നുണ്ടോ, നമ്മൾ പിസ്സ കഴിക്കാൻ പോവാം. ഇറ്റലി വന്നിട്ട് ആദ്യത്തെ പിസ്സ. ഇറ്റലി ഫേമസ് ഇതിൽ പിസ്സയാണല്ലോ. പിസ്സയുടെ സൈസിൽ നോക്കി നല്ല ചൂടുണ്ട്. ഓക്കെ, ബിസ്മില്ലാ. എന്തൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ? ചൂറോ? ഇത് ഞാൻ ശരിയാ നീ പറഞ്ഞത്, സൂക്കി നടക്കുന്ന പോലെ ഉണ്ട് ഖത്തറിലും ഒമാനിലൊക്കെ. എന്ത് ഇത് ഇരുട്ടാടാ. ഓ സീൻ. മൊത്തം ഇഷ്ടിക കേട്ടോ. ഇഷ്ടിക വെച്ച് പണിഞ്ഞേക്കുവാ. എല്ലാം കണക്റ്റഡാ. നല്ല അതിന്റെ മേളിൽ കൂടെ പിന്നെ എനിക്ക് വന്ന് ജസ്റ്റ് തേച്ചേക്കുവാ. ഷട്ടറൊക്കെ നടന്നപ്പോ ഇതെന്തോ വലിയൊരു സ്ട്രക്ചർ വന്നു. ഇത് പള്ളിയുടെ മണിയടിക്കുന്ന ഏതോ ചേർച്ചാന്നാ തോന്നുന്നത്. ഇവിടെ നടക്കാൻ മനസ്സില്ലെങ്കിൽ വരാൻ പറ്റത്തില്ല കേട്ടോ. നടന്ന് മനുഷ്യൻ ഗ്രൂപ്പാടെ. ബിക്കോസ് നമ്മുടെ കയ്യിൽ ബാഗും ഉണ്ട്. ഈ നാളെ നമുക്ക് ഹോട്ടലിൽ ബാഗ് വെച്ചിട്ട് വേണം വേറോണം മൊത്തം കറങ്ങാൻ വേണ്ടി. ഇതെവിടെ എത്തി ഇപ്പം? 10 മിനിറ്റോ? ഇനി നേരെ നടന്നാ വെള്ളമാടാ. പക്ഷെ അത്യാവശ്യം വൃത്തിയുണ്ടല്ലോ. ഇത്രയും ടൂറിസ്റ്റ് വരുന്നതാണെങ്കിൽ നല്ല വൃത്തിയായി വെച്ചേക്കുന്നത്. അതെ, ഇത് ലക്ഷക്കണക്കിന് ജനങ്ങളാ വരുന്നത്. അതെ, 10 അതെനിക്കൊന്ന് ചുമ്മാ എന്തോ സ്കാമാണെന്ന് തോന്നുന്നത്. 10 യൂറോ. ഇതെനിക്കൊന്ന് ഇത് ബാറ് സൈഡിൽ എല്ലാരും കുടിക്കുന്നു. ഇവിടെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കടകളും ഫ്ലവേഴ്സും
അല്ല ഇതെന്തോടെ ഇതെന്തുവാ എടാ ഇത് കണ്ടോ ക്രാബ് കണ്ടോ ഇത് ക്രാബാ റിബായി കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഇത് ഓയിസ്റ്റർ ആഹാ ഇതെനിക്ക് ഇത് റെസ്റ്റോറൻറ്റാ ഇത് സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് എന്തായാലും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് വെനീസ് എന്തായാലും മിസ്സാക്കാൻ പാടില്ല ഇറ്റലി വരുമ്പോൾ എന്തായാലും കാണണം പക്ഷെ നാളെ നമ്മൾ പോകുന്ന സ്ഥലം കുറച്ചും കൂടി അണ്ടർറേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ കൂടുതൽ എക്സ്പ്ലോർ ചെയ്തത് സിമ്മർമാണെന്ന് പറഞ്ഞു പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ പട്ടിയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടെ നിന്ന് അങ്ങ് അറ്റം വരെ എനിക്കൊന്ന് റെസ്റ്റോറൻറ്റ്സ് തന്നെയാണ് ഈ സൈഡിൽ മൊത്തം ഇവിടെ നല്ല തിരക്കുണ്ട് ആ ബ്രിഡ്ജിൽ എന്ത് ബ്രിഡ്ജാന്ന് അറിയത്തില്ല ഇതാണ് ഫുൾ വെനീസ് ഇവിടെ നിന്ന് കാണാം വെനീസ് മീൻസ് ഫുൾ ഈ റിവർ സ്ട്രീം ഫുള്ള് കാണാം ഇവിടെ തിരക്കുണ്ടോ ഇതെനിക്ക് ഇവിടുത്തെ സൂനിയർ മാർക്കറ്റാന്ന് തോന്നുന്നു രണ്ട് സൈഡിലും ജ്വല്ലറീസും സൂനിയേഴ്സ് വെച്ചേക്കുന്നത് നമ്മളെന്തായാലും നടന്നു നോക്കാം നല്ല തിരക്കുണ്ട് സാധനങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഞാൻ സൂക്ഷിക്കുന്നു അതിനിടയ്ക്ക് ഈ പട്ടിയും പൂച്ചയൊക്കെയാണ് ഇവരുടെ അടുത്ത് പിന്നെ പോട്ടെ നല്ല തിരക്കുണ്ട് ഇതൊക്കെ ഓൾമോസ്റ്റ് എല്ലാ കടകളും സെയിം സാധനം തന്നെയാണ് ഉള്ളത് സൂനിയേഴ്സ് 2 എണ്ണത്തിന് 5 യൂറോ അവിടെ 3 എണ്ണത്തിന് 5 യൂറോ അതിൻ്റെ 2 എണ്ണത്തിന് 5 യൂറോ ഇതിൽ തന്നെ എല്ലാം രണ്ട് സൈഡിലും ഈ ഐ ലവ് വെനീസ് ഐ ലവ് ഇറ്റലി ഇതിൻ്റെയൊക്കെ തന്നെ ഹുഡിയും ടീഷർട്ടും തന്നെ എല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ് ഇതുപോലെ നോർമൽ റേറ്റ് പോലെ അല്ല ടൂറിസ്റ്റ് സ്പോട്ടായണ്ട ജലാറ്റോ ഇവിടെ നിന്ന് വേണം മേടിക്കാൻ വേണ്ടി ഇപ്പോൾ ഇവിടുത്തെ ഫേമസ് ജലാറ്റോ ഐസ്ക്രീം മേടിക്കാൻ പോകും വിച്ച് വൺ ഇസ് ഗുഡ് സ്പെഷ്യൽ Caramello, fichi noci, lemon cookies. 3 മേടിക്കാമല്ലേ ഓക്കെ 1 caramello Yes. Conca? cone small Small cone. yeah it's 2.5 right Uffa. yeah 1 caramello. yeah 1 caramello Okay. and yeah we'll just taste and okay tiramisu No, perché alcol? alcohol okay this no alcohol No. okay good Tiramisu, 1 tiramisu caldo. alcohol No see fish. no Okay. how to pronounce no see e fishy okay that one fig it's fig flavor Prego. താങ്ക് യു ഓരോ സ്ഥലത്ത് കയറുമ്പോൾ തിരക്ക് കൂടിക്കൂടി വരുന്നു സമയം 5:30 ആയി എന്നിട്ടും തിരക്ക് നിന്നിട്ടില്ല കേട്ടോ മൊത്തം ബാഗിൻ്റെ സ്ട്രീറ്റാണ് പക്ഷെ ഒന്നും ഇവിടുന്ന് പർച്ചേസ് ചെയ്യാനുള്ള രീതിയിലല്ല പ്രൈസസ് ഭയങ്കര എക്സ്പെൻസീവാണ് എനിക്ക് ഔട്ടർ അല്ലാതെ നോർമൽ ഇറ്റലി സ്ഥലത്ത് പോയി മേടിച്ചാൽ ഇത്രയും പ്രൈസ് ആവത്തില്ല ഇതിന് ഹാഫേ ആവത്തുള്ളൂ ഇതൊക്കെ പിന്നെ ലക്ഷറി ബ്രാൻഡ്സാണ് ഇത് കണ്ടോ നല്ല രസമായിട്ടില്ലേ അവിടെ പിക്ചറിൽ കാണുന്ന വിഷ്വൽസ് എല്ലാം കണ്ണാടി കട ഒപ്റ്റിക് ഷോപ്സ് കുറേ ഉണ്ട് ഇവിടെ ഞാൻ നോക്കിയിട്ട് ഷൂസ് ഇത് കണ്ടോ ഇത് മൊത്തം ഡക്കിൻ്റെ മാത്രം കട ഏത് നോക്കിയാലോ ചുമ്മാ ഇതുകൊണ്ട് നിങ്ങൾ വെറും ഡക്കിൻ്റെ മാത്രം പിള്ളേർ മൊത്തം അതിന് ഡക്ക് മാത്രം ചുക്കിന്നാണ് ഇതിന് പറയുന്നത് എന്തായാലും ഇതിൽ സ്ഥലമില്ല അതുകൊണ്ട് നമുക്ക് തിരിച്ചു കയറാം ക്രിസ് അവിടെ ഇത് ആൻറ്റിക് ഷോപ്സ് തോന്നുന്നു ഗ്ലാസ് ഇതെന്തോ സംഭവം എടാ ഇത് കണ്ടോ അതെന്തോ അവിടെ ഇതുണ്ടാക്കുന്നത് അവിടെ പോയി നോക്കാം ഈ ഡോൾ ഉണ്ടാക്കുന്ന സംഭവം കയറി നോക്കാം ഇതിനുള്ളിൽ കയറി നോക്കാം പാ ഡോൾ ഉണ്ടാക്കുന്ന എന്തോ കയറി ഇത് കണ്ടോ ഇതിലൂടെ ഇങ്ങനെ കറങ്ങി ഇവര് എന്നിട്ട് എടുത്ത് സൂചി ചെയ്ത് തരും ഡോള് ഇത് കോട്ടൺ ഇങ്ങനെ കറങ്ങിയിട്ട് ഇപ്പൊ ഇവർ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കുന്നുണ്ട് കണ്ടോ എനിക്കൊന്ന് കംപ്ലീറ്റ്ലി ഇങ്ങനെ 29 യൂറോ ആണോ ഒരെണ്ണത്തിന് അത് കുറച്ച്
കുറച്ച് എക്സ്പെൻസീവ് ആയിപ്പോയി. പക്ഷേ ഇത് സോഫ്റ്റ് ടോയ് ആണ്. ഇവർ ഇതിവിടെ നിന്ന് എടുത്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ സൂ ചെയ്ത് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ എനിക്കൊന്ന് പാട്ട് കേൾക്കാൻ വേണ്ടിയുള്ള സാധനം അതേ കണ്ടത് തന്നെ ഇങ്ങനെ ഫില്ല് ചെയ്യും. ഇങ്ങനെ ഫില്ല് ചെയ്തെടുത്ത് വെക്കുന്നുണ്ട്. ഇവിടെ കംപ്ലീറ്റ്ലി ടോയ് ഷോപ്പാണ്, പിള്ളേരുടെ കളിക്കാനുള്ള ഷോപ്പ് ഇവിടെ. നമ്മളിതേ നടന്ന് ആ സ്ഥലത്തെത്തി. ഇതാണ് മറ്റേ ബസലിക്ക ചർച്ച്. ഇവിടെ നല്ല തിരക്കാണ്. ഇത്രയും തിരക്ക് അതിനു വേണ്ടിയായിരുന്നു കേട്ടോ. സെയിൻറ്റ് മാർച്ച് ബസലിക്ക എന്നാണ് പറയുന്നത്. പക്ഷെ ഇത് എനിക്കൊന്ന് ഈ ഫുൾ തിരക്ക് അതിൻ്റെ ഉള്ളിൽ വന്നുകൊണ്ടിരുന്നത് അടിപൊളിയായിട്ടുണ്ട് കാണാൻ. ഇത് നമ്മുടെ മറ്റേ ഈ ഫ്രാൻസില്ലേ, ഫ്രാൻസിൽ മറ്റേ മ്യൂസിയം ഇല്ലേ, ലവോർ, മറ്റേ ആ മ്യൂസിയത്തിന്റെ സെന്ററിൽ ഏകദേശം ഇങ്ങനെയാണ് കാണാൻ വേണ്ടി. ഇവിടെ ഒരു പ്രിസം പോലെ ഒരു സംഭവം കാണും. എന്തായാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ടോ ഇതിന്റെ ആർക്കിടെക്ചർ. പഴയ ഇതിൻ്റെയൊക്കെ തന്നെ മേളത്തെ ഡീറ്റെയിലിംഗ് കണ്ടോ. എനിക്ക് അതൊക്കെ ഗോൾഡാന്ന് തോന്നുന്നു. അതൊക്കെ ഗോൾഡാണോ ആ സാധനമൊക്കെ? ഗോൾഡല്ലേ എനിക്ക്. പക്ഷെ നല്ല എന്ത് ഡീറ്റെയിലിംഗ് ആണെന്ന് കണ്ടില്ലേ. എത്ര പഴക്കോ മെയിൻറ്റെയിൻ ചെയ്തോണ്ടാ, അല്ലെങ്കിൽ ഇതൊക്കെ പൊട്ടിപ്പൊടിഞ്ഞു പോകും. ഇറ്റലി എന്ന് പറഞ്ഞ പല സിനിമകളിൽ കാണുന്ന വ്യൂ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ഫ്രണ്ടിൽ പോകുന്നതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. എസ്തെറ്റിക് ആയിട്ട് ഫോട്ടോ എടുക്കാൻ ഗൊണ്ടോളയിൽ പോയി എടുക്കണം. പക്ഷെ അത് ഏകദേശം 90-100 യൂറോ ആണ് നമ്മളത് അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷെ ഇത് കണ്ടില്ല എന്ത് ബ്യൂട്ടിഫുൾ ആണെന്നുണ്ടല്ലേ. ഇപ്പം കറക്റ്റ് ക്ലൈമറ്റും കറക്റ്റ് ലൈറ്റിംഗ് ആയി ഇപ്പം നമ്മൾ എടുക്കാൻ പറ്റിയ. എന്നാലും നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. ഇവിടാണ് ഈ വെനീസിൻ്റെ 70% പോപ്പുലേഷൻ ഇവിടെ തന്നെ അടിഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ബാഗ് സൂക്ഷിക്കണം. നമ്മളെന്തായാലും ഫോട്ടോ എടുത്തിട്ട് ഇവിടെ നിന്ന് പിരിയാം. സിനിമയിൽ കണ്ടുവരുന്ന കാഴ്ചയാണ് ഈ ഗൊണ്ടോല റൈഡും ഈ ബാക്കിലത്തെ മോണുമെന്റും. പല പാട്ടുകളിലും പല ഇതിലും ഉണ്ട്. നമുക്ക് ഇന്ന് അത് വിറ്റ്നസ് ചെയ്യാനുള്ള ഇത് പറ്റി. നമ്മളെന്തായാലും ഇവിടെ നിന്ന് കൂടുതൽ നേരം സമയം വേസ്റ്റ് ചെയ്യുന്നില്ല. ബിക്കോസ് ഇത് ബ്രിഡ്ജ് ഇത് അനങ്ങുന്നുണ്ട്. കഷ്ടകാലമാണെങ്കിൽ വീഴും. പിന്നെ എന്താ ബ്യൂട്ടിഫുൾ അല്ലേ കാണാൻ വേണ്ടി. ഇപ്പോൾ കറക്റ്റ് സൺ എന്താ പറയുന്നത് വന്നേക്കുന്ന സമയം 6 മണിയായി. എന്താ രസമല്ലേ കാണാൻ. അങ്ങോട്ട് ഇനി ഇറങ്ങാൻ പറ്റത്തില്ല, വെള്ളമാണ്. എവിടെ കണ്ടാലും ഈ പട്ടികളുണ്ട്. ഒന്നും അറിയാതെ ചവിട്ടിക്കഴിഞ്ഞാൽ കടി കിട്ടും. സോ വി ഹാവ് ടു വാക്ക് കെയർഫുള്ളി. നമ്മളങ്ങനെ വെനീസിലെ യാത്ര അവസാനിപ്പിച്ചു. നേരെ തിരിച്ച് വെറോണയിലേക്ക് പോകുക. പ്ലാറ്റ്ഫോം 1 നമ്മുടെ ട്രെയിൻ നിൽക്കേണ്ടത്. ലെറ്റ്സ് സീ.